നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന പൊട്ടറ്റോ കൊണ്ട് ഇതേപോലെ ബജി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഒരു പൊട്ടറ്റോ കൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ബജികൾ ഉണ്ടാക്കാൻ പറ്റും. ആദ്യം തന്നെ കടലമാവ് എടുക്കുക, അതേ അളവിൽ തന്നെ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക, 2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് കായപ്പൊടി ഇടുക, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പും, പിന്നെ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കണ കാരണം കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പൊട്ടറ്റോ തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ അരിഞ്ഞെടുക്കുക. അപ്പോൾ അധികം കട്ടിയിൽ അരിയണ്ട കേട്ടോ. കട്ടിയും ബോർഡും വെച്ച് അരിയുകയാണെങ്കിൽ കനം കുറച്ച് അരിച്ചെടുത്തോളൂ. ഇതേപോലെ കട്ടി കുറച്ച് എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മാവിൽ ഡിപ്പ് ചെയ്തിട്ട് ഓരോന്നോരോന്നെടുത്ത് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് മൊരിയിച്ചെടുക്കുക. നല്ല ക്രിസ്പിയിൽ തന്നെ ഇരിക്കും. ഇവിടെ ഇക്കാക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബജിയാണിട്ടത്. അപ്പോൾ ഇക്കാക്ക് ഇത് ഉണ്ടാക്കാൻ ആരെയും കൂട്ടൊന്നും ആവശ്യമില്ല, പൊട്ടറ്റോ ഉണ്ടായാൽ മതി, ഒറ്റക്ക് തന്നെ പോയി ഉണ്ടാക്കിക്കോളും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു ബജിയാണിത്. അപ്പോൾ ഇതിനോട്ട് കൂട്ടാനായിട്ട് സോസിന് വേണ്ടിയിട്ട് കുറച്ച് മയോനൈസിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ പൊട്ടറ്റോ ബജിയും ഈ മയോനൈസിൻ്റെ ഈ ഡിപ്പും നല്ല കോമ്പിനേഷനാണ്. അതിൻ്റെ കൂടെ കട്ടൻ ചായയും കൂടെ ഉണ്ടായാലോ പിന്നെ ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ പൊട്ടറ്റോ ബജി.